ഹായ് ഡിയർ HST ഇംഗ്ലീഷ് ആസ്പിരൻസ്. ഇന്ന് മുതൽ HST സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഫോർവേഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു HST ഇംഗ്ലീഷ് ആസ്പിരൻ്റ് ആണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് നിങ്ങൾക്കും കൂടി ബെനിഫിഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ ചെയ്യുന്നതാണ്. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സരോജിനി നായിഡുവിൻ്റെ കോറമാൻഡൽ ഫിഷേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ കോറമാൻഡൽ ഫിഷേഴ്സ് എന്ന് പറയുന്ന ആ പോം ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സരോജിനി നായിഡു ആ പോയിറ്റസിനെ കുറിച്ചിട്ടാണ്. സാധാരണ നമുക്ക് HSTയിൽ വാസ്റ്റ് സിലബസ് ആണ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മിക്കവാറും ഓതറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടും കൂടിയാണ് സരോജിനി നായിഡുവിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സരോജിനി നായിഡുവിൻ്റെ ഫുൾ നെയിം സരോജിനി ചത്തോപാധ്യായ നായിഡു എന്നാണ്. അവർ ജനിച്ചത് ഹൈദരാബാദിലാണ് ഇൻ ദി ഇയർ 1879. ഡേറ്റ് 13th ആണ്, മന്ത് ഫെബ്രുവരി 13th ഫെബ്രുവരി 1879 ഹൈദരാബാദിലാണ് ജനിച്ചത്. ഈ 13th ഫെബ്രുവരി അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റഡ് ആസ് നാഷണൽ വിമൻസ് ഡേ ഇൻ ഇന്ത്യ. അത് പ്രത്യേകം ഓർത്തിരിക്കുക. നാഷണൽ വിമൻസ് ഡേ ആയിട്ട് ഇവരുടെ ബർത്ത്ഡേ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ വിമൻസ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മാർച്ച് 8. അപ്പോൾ അത് മാറിപ്പോകരുത്. അന്തരിച്ച വർഷം 1949 ആണ്. ലക്നൌവിൽ വെച്ചിട്ടാണ്. 2 മാർച്ച് 1949. ഫാദർ ഡോക്ടർ അഘോരനാഥ് ചത്തോപാധ്യായ്, സയൻറ്റിസ്റ്റ് ആയിരുന്നു. സരോജിനി നായിഡുവിൻ്റെ അമ്മ ഭാരത സുന്ദരി ദേവി, അവരൊരു പോയറ്റസ് ആയിരുന്നു. പിന്നെ ഇവരുടെ എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്നും, കിങ്സ് കോളേജ് ലണ്ടനിലുള്ള കിങ്സ് കോളേജിൽ നിന്നും, ഗിർട്ടൺ കോളേജ് കേംബ്രിഡ്ജിലെ ഗിർട്ടൺ കോളേജ്. ഈ ഗിർട്ടൺ കോളേജിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഗിർട്ടൺ കോളേജ് വാസ് ദ UK's ഫസ്റ്റ് റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് യൂണിവേഴ്സിറ്റി ലെവൽ എഡ്യൂക്കേഷൻ ഫോർ വിമൻ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇവരുടെ ഹസ്ബൻഡ് ഡോക്ടർ ഗോവിന്ദരാജുലു നായിഡു ആണ്. ഇവർ അറിയപ്പെടുന്നത് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നാണ്. ഈ ഒരു സോബ്രിക്ക ഒരു നിക്നെയിം കൊടുത്തത് മഹാത്മാ ഗാന്ധിയാണ്. സരോജിനി നായിഡുവിൻ്റെ മേജർ വർക്ക്സിനെ കുറിച്ചിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ദ ഗോൾഡൻ ത്രഷോൾഡ് 1905 അത് പബ്ലിഷ് ചെയ്തത്. ദ ബേർഡ് ഓഫ് ടൈം 1912. നെക്സ്റ്റ് ദ ബ്രോക്കൺ വിങ് 1917. ദ ഗോൾഡൻ ത്രഷോൾഡ് 1905 പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സരോജിനി നായിഡുവിൻ്റെ ഫസ്റ്റ് അന്തോളജിയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അന്തോളജി എന്ന് വെച്ചാൽ എന്താണ്? കളക്ഷൻ ഓഫ് പോയംസിനാണ് ഈ അന്തോളജി എന്ന് പറയുന്നത്. ഇൻ മലയാളം കവിതാ സമാഹാരം. അപ്പോൾ അതിനെ പ്രേസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്രിട്ടീഷ് പോയിറ്റായിട്ടുള്ള അർതർ സിമൻസ്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ഫേമസ് ആയിട്ടുള്ള സരോജിനി നായിഡുവിൻ്റെ പോയംസാണ് ബാംഗിൾ സെല്ലേഴ്സ്, കോറമാൻഡൽ ഫിഷേഴ്സ്, ദ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യ. കോറമാൻഡൽ ഫിഷേഴ്സ് നമുക്ക് നമ്മുടെ പഠിക്കാനുള്ളതാണ്, സിലബസിലുള്ളതാണ്. ദ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യ, ഇറ്റ്സ് അബൌട്ട് ദ സാക്രിഫൈസ് ഓഫ് ഇന്ത്യൻ സോൾജേഴ്സ് ഇൻ വേൾഡ് വാർ ഫസ്റ്റ്. വേൾഡ് വാർ ഫസ്റ്റ് നടക്കുമ്പോൾ ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ ആ സാക്രിഫൈസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പോയമാണ് ദ ഗിഫ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ പൊളിറ്റിക്കൽ റോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഇൻ ദ ഇയർ 1925 കാൺപൂർ സെഷനിൽ. അതേപോലെ തന്നെ വേറൊരു പദവി ഉള്ളത് ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യയാണ്. ഉത്തർപ്രദേശിൽ ആദ്യത്തെ ഗവർണറാണ്. മേജർ മൂവ്മെൻറ്റ്സ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, നാഷണൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സരോജിനി നായിഡുവിൻ്റെ വർക്ക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയ ഒരു മെയിൻ കാര്യമുണ്ട്. അവരുടെ വർക്കായിട്ടുള്ള ദ ഫെദർ ഓഫ് ദ ഡോൺ, അത് അവരുടെ മരണശേഷമാണ് പബ്ലിഷ് ചെയ്തത് ഇൻ ദ ഇയർ 1961. അത് പബ്ലിഷ് ചെയ്ത് വേറെ ആരുമല്ല, സരോജിനി നായിഡുവിൻ്റെ മകളായ പത്മജ നായിഡു ആണ് അത് കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷർ ഏഷ്യ പബ്ലിഷിംഗ് ഹൗസാണ്, മുംബൈ. സരോജിനി നായിഡുവിൻ്റെ മകളെക്കുറിച്ച് പറയുമ്പോൾ പത്മജ നായിഡു വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായിരുന്നു 1956 മുതൽ 1967 വരെ, ഫ്രം 1956 to 1967.
ഇത്രയും കാര്യങ്ങളാണ് സരോജിനി നായിഡുവിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. നെക്സ്റ്റ് കോറമാൻഡൽ ഫിഷേഴ്സ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു.